ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് പിനാക്കിൾ നിസാന്റെ ഒരു ക്ലിക്ക് ടു വാട്സപ്പ് ആഡ് കണ്ടു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് അവർ ഒരു വാട്സപ്പ് ഓട്ടോമേഷൻ വർക്ക് ചെയ്യുന്നതെന്നല്ല. അപ്പോൾ ഇതാണ് പിനാക്കിൾ നിസാന്റെ ഒരു ആഡ്, മെറ്റ ആഡ്. അപ്പോൾ ഇതിലൊരു വാട്സപ്പ് ബട്ടൺ കണ്ടില്ലേ താഴെയായിട്ട്? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വാട്സപ്പിലേക്ക് പോകും. പിന്നെ അതിലൊരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ എന്നുള്ള രൂപത്തിൽ ഒരു പ്രീ ഫിൽഡ് ആയിട്ടുള്ള മെസ്സേജ് ഇറക്കുന്നുണ്ട്. അത് നമ്മൾ സെൻഡ് ചെയ്തു. അപ്പോ അവരെന്ത് ചെയ്തു? അവിടെ ബ്രാഞ്ചുകളെ ലിസ്റ്റ് അയച്ചു, ഷോറൂമുകളെ ലിസ്റ്റ് അയച്ചു. ആ ഷോറൂമുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഞാൻ പാലക്കാട് ടൈപ്പ് ചെയ്തു. അപ്പൊ പാലക്കാടുമായി ബന്ധപ്പെട്ടുള്ള കുറെ ഡീറ്റെയിൽസ് വന്നു. എസ്ട്രൈ ബുക്ക് ചെയ്യുക, നിസാൻ മാഗ്നൈറ്റ് ബുക്ക് ചെയ്യുക, അങ്ങനെ കുറെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കരിയറോ. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, സപ്പോസ് 2 വീലർ ഷോറൂം ആകാം, അതുപോലെ 4 വീലർ ഷോറൂമുകളാവാം, കാറ് അല്ലെങ്കിൽ 2 വീലർ എന്താവാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വാട്സപ്പിന് മാക്സിമം ഉപയോഗപ്പെടുത്തുക, വാട്സപ്പ് ഓട്ടോമേഷൻ ചെയ്യാം. കാരണം കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് വേണ്ട സംഭവങ്ങൾ ഇതെല്ലാം. ഒരുപക്ഷെ നിങ്ങൾ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ആരാണ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു കാര്യം പിനാക്കിൾ നിസാന്റെ ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, കയറി കാണാം. ചാനലിന്റെ ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്. താങ്ക് യു സോ മച്ച്.